രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ദിവസം കന്യാകുമാരി ദേവിയെക്കുറിച്ചാണ് ഇവിടെ പറയാനായിട്ട് പോകുന്നത്. ഇതാദ്യമായി സബ്സ്ക്രൈബ് ചെയ്യുന്നവർ പ്ലേലിസ്റ്റ് എടുക്കുക. പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കൃഷ്ണൻ്റെ രാധയുടെ പ്രണയം 72 എപ്പിസോഡുകൾ ചരിത്രത്തിൽ ആദ്യമായി പിന്നിട്ടിരിക്കുകയാണ്. ഇതിനകത്ത് അഷ്ടപതിയുടെ ക്ലാസ് ഉണ്ട്. ഈ തിങ്കളാഴ്ച മുതൽ നിങ്ങൾക്ക് രോഗങ്ങളിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ നാരായണീയത്തിൻ്റെ ക്ലാസ് ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ നിങ്ങൾക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട്. അതേ കണക്ക് ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലങ്ങളുണ്ട്. അഷ്ടാവക്ര ഗീതയുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കേണ്ടവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്. പിന്നെ ഞാൻ എങ്ങനെ രാധാഭക്തനായി എന്ന കഥ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരിടത്തൊരിടത്തൊരു അച്ഛനുണ്ടായിരുന്നു, അത് നിങ്ങൾ കേൾക്കേണ്ടതാകുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാടുണ്ട്. ആ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. നിങ്ങൾക്ക് ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, അത് നിങ്ങൾ കാണുക. അപ്പോൾ ഇന്നത്തെ ദിവസം അപ്പോൾ ഓർമ്മിക്കുക, തിങ്കളാഴ്ച, മറ്റന്നാൾ തിങ്കളാഴ്ച കൃത്യം 3 മണിയാകുമ്പോൾ എന്തുണ്ടായിരിക്കും? നാരായണീയം. നിങ്ങൾ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നുവെങ്കിൽ നിശ്ചയമായും ആ ക്ലാസ് കേൾക്കുക. രോഗത്തിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടുന്നതാണ്. അപ്പോൾ ഇന്ന് കന്യാകുമാരി ദേവിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. കന്യാകുമാരിയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവരോ പോയിട്ടില്ലാത്തവരോ ചുരുക്കമാണ്. അവിടുത്തെ അത്ഭുത ശക്തിയുള്ള ദേവിയുടെ കാര്യമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. സർവ പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ് കന്യാകുമാരി ദേവി. അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാരി രാധാറാണി കീ ജയ്. എൻ്റെ മാതാവ്, നിങ്ങളുടെ മാതാവ് രാധാറാണി അമ്മ കീ ജയ്. എനിക്കും നിങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും വാരി കോരിത്തന്ന് എന്നെയും നിങ്ങളെയും സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന എൻ്റെ പൊന്നു രാധാറാണി അമ്മ കീ ജയ്. അപ്പോൾ ഇന്ന് കന്യാകുമാരി ദേവി, നമ്മുടെ അഷ്ടപതി പാടുന്ന രാധിക നിങ്ങൾക്കെല്ലാം പരിചിതമാണ്. തൃശ്ശൂരുള്ള അഷ്ടപതി പാടുന്ന രാധിക. രാധിക എനിക്കെൻ്റെ കുഞ്ഞനുജത്തിയെ പോലെയാണ്. പോലെ നല്ല എൻ്റെ കുഞ്ഞനുജത്തിയാണ്. ഞാൻ രാധികയെ കാണാൻ തൃശ്ശൂർ ചെന്നിട്ടുണ്ട്. എനിക്ക് കൈനിറയെ സമ്മാനങ്ങളൊക്കെ തന്നാണ് രാധിക വിട്ടത്.
ഈ രാധികയാണ് എന്നോട് പറഞ്ഞത്, സാറേ ദേവി കന്യാകുമാരിയെക്കുറിച്ച് ഒരു വീഡിയോ ഇടുമോ. രാധിക എന്ന് പറഞ്ഞാൽ രാധേ രാധേ ചാനൽ തുടങ്ങിയ കാലം തൊട്ടുള്ളതും രാധേ രാധേ ചാനലിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നതും ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോയ രാധിക എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ എൻ്റെ കുഞ്ഞനുജത്തിയെ പോലെയെന്നല്ല, എൻ്റെ കുഞ്ഞനുജത്തിയായ സാക്ഷാൽ രാധികയുടെ ആവശ്യപ്രകാരം രാധികയ്ക്ക് വേണ്ടി ഞാനിതാ ദേവി കന്യാകുമാരിയുടെ കഥ പറയുന്നു. പക്ഷേ ഇത് രാധിക പറഞ്ഞിട്ടാണ് ചെയ്യുന്നതെങ്കിലും കന്യാകുമാരി ദേവിയെക്കുറിച്ച് അറിയാനും ഇനി കന്യാകുമാരി പോകുമ്പോൾ ആ ക്ഷേത്രം കാണുമ്പോൾ നിങ്ങൾക്ക് ആ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞിട്ടാണ് നിങ്ങളിത് പോകുന്നതെങ്കിൽ നിങ്ങളുടെ ഭക്തിയും മറ്റും ഇരട്ടിക്കും. ഓർമ്മിക്കുക, പാപം കളയാൻ കന്യാകുമാരി ദേവിയെപ്പോലെ പറ്റിയ ആളില്ല. മനസ്സിലായില്ലേ? നിങ്ങളുടെ ഏത് പാപവും ഇല്ലാതാകും. കാശിയിലെ അപാഞ്ചിക ബ്രാഹ്മണന്റെ ഭാര്യയായ സാലിയുണ്ട്. സാലി ചാരിത്ര്യം നഷ്ടപ്പെട്ട പാപം തീരാൻ കന്യാകുമാരിയിലെത്തി. അവിടുത്തെ കടലിൽ, അതൊരു തീർത്ഥമാണ്, അതിനെക്കുറിച്ച് പറയാം, അതിൽ മുങ്ങിക്കുളിച്ച് സർവ പാപങ്ങളിൽ നിന്നും മുക്തയായി ദേവിയുടെ അനുഗ്രഹവും കിട്ടി. അപ്പം അത്രയ്ക്ക് ചാരിത്ര്യ ഭംഗം വന്നാൽ പോലും ആ പാപം പോലും തീർത്തു തരുന്ന ആളാണ് സാക്ഷാൽ കന്യാകുമാരി ദേവി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചാരിത്ര്യ ഭംഗം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനി മേലാൽ അത് ആവർത്തിക്കില്ല എന്ന് കരുതി കന്യാകുമാരി ദേവിയുടെ അടുത്ത് പോയി സ്നാനം ചെയ്താൽ അത് മാറിക്കിട്ടും. പിന്നെ സ്നാനം ചെയ്തിട്ട് വീണ്ടും വന്ന് തുടങ്ങരുത് നമ്പർ 1 എന്നും പറഞ്ഞ്, അത്രയേ ഉള്ളൂ. കേരളം സൃഷ്ടിച്ച പരശുരാമൻ ആ ഭൂഭാഗത്തിൻ്റെ 4 അതിരുകളിൽ നമ്മുടെ ഭൂഭാഗത്തെ സംരക്ഷിക്കാൻ വേണ്ടി പ്രതിഷ്ഠിച്ച ബാലാംബികയാണ് കന്യാകുമാരി ദേവി എന്നാണ് ഒരഭിപ്രായം. കന്യാകുമാരി ദേവിയുടെ ഐതിഹ്യം പലതുണ്ട്, അത് ഓരോന്നായിട്ടാണ് പറയുന്നത്. കേരളം സ്ഥാപിച്ച പരശുരാമനാണ് ഇങ്ങനെ കേരളത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പഴയ കേരളം, അതിൻ്റെ 4 ഭാഗം പഴയ കേരളത്തിലാണ് കന്യാകുമാരി, പിന്നാണ് തമിഴ്നാട്ടിലേക്ക് പോയത്. അത് അങ്ങനെ ആ പഴയ കേരളത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ സാക്ഷാൽ പരശുരാമൻ 4 ദിക്കുകളിൽ സ്ഥാപിച്ചെന്ന് പറഞ്ഞു. ഇനി അപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലോ എന്താണെന്നുള്ളത്. 4 അതിരുകളിൽ ബാലാംബികയെ പ്രതിഷ്ഠിച്ചു, അതാണ് കന്യാകുമാരി ദേവി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കൂട്ടർ പറയുന്നത് പരശുരാമൻ 108 ദുർഗാലയങ്ങൾ സ്ഥാപിച്ചു, അതിൽ തെക്കേ അറ്റത്തെ ദുർഗാലയമാണ് കന്യാകുമാരി എന്ന് പറയുന്നു. ഇങ്ങനെ ഇത് 2 കൊച്ചൈതിഹ്യം. ഇതിനകത്ത് കുറെ വിശ്വസനീയമായ ഐതിഹ്യത്തിലേക്കാണ് ഞാനിനി വരാൻ പോകുന്നത്. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നാണ് ഗവേഷകന്മാർ പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഗവേഷകർ പറയുന്നത് ഞാൻ ഇനി പറയാൻ പോകുന്നതാണ് പ്രസക്തി. അതായത് ശ്രദ്ധിച്ചു കേട്ടോളണം. ശോണിതപുരത്തിലെ രാജാവായിരുന്നു ബാണാസുരൻ. ദുഷ്ടനാണ്, അസുരനാണ്. അപ്പോൾ ശോണിതപുരത്തെ രാജാവായിരുന്നു ബാണാസുരൻ. ബാണാസുരൻ ഒരാഗ്രഹം, ഈ 3 ലോകങ്ങളും കീഴടക്കി ഈ 3 ലോകത്തിൻ്റെയും ചക്രവർത്തി പദം അലങ്കരിക്കണം. അത് കിട്ടുന്നതിന് വേണ്ടി ഈ ബാണാസുരൻ ശിവനെ ഉഗ്രമായി തപസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ശിവൻ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ബാണാസുരൻ വരങ്ങൾ ആവശ്യപ്പെട്ടു തുടങ്ങി. അതിനകത്ത് അവൻ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട വരമെന്ന് പറഞ്ഞാൽ കന്യകയല്ലാതെ മറ്റാരും തൻ്റെ ശരീരത്തിൽ തൻ്റെ സമ്മതം കൂടാതെ തുടരുതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുമ്പോൾ ഒരു വാളെടുത്ത് വീശി അവൻ്റെ ശരീരത്ത് വാളുകൊണ്ട് തൊടണമെങ്കിലും കന്യകയ്ക്കേ പറ്റൂ, കാരണം പുരുഷന്മാർക്ക് ആർക്കും പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു? വരം കിട്ടിയതോടുകൂടി ബാണാസുരൻ അഹങ്കരിക്കുകയും ഈ 3 ലോകങ്ങളും വിറപ്പിക്കുകയും ദേവേന്ദ്രനെ സ്ഥാനഭ്രഷ്ടനാക്കുകയും മുനിമാരെയും മറ്റും ഇവൻ ശല്യപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ഈ 3 ലോകങ്ങളുടെയും ചക്രവർത്തിയായി സജ്ജനങ്ങളെ പീഡിപ്പിച്ചു. അപ്പോൾ ദേവന്മാരാകെ പരിഭ്രാന്തരായിട്ട് അവർ വൈകുണ്ഠത്തിൽ എന്ന് മഹാവിഷ്ണുവിനോട് സങ്കടം പറഞ്ഞു. അപ്പം മഹാവിഷ്ണു പറഞ്ഞു, ഇത് എൻ്റെ കയ്യിൽ നിൽക്കില്ല, ഒറ്റ വഴിയേ ഉള്ളൂ ദേവേന്ദ്ര, ആദി പരാശക്തിയെ ധ്യാനിക്കുക.
അങ്ങനെ ദേവേന്ദ്രൻ എന്ത് ചെയ്യാൻ തുടങ്ങി? ദേവന്മാരെല്ലാവരും കൂടെ ചേർന്ന് ആദി പരാശക്തിയെ ധ്യാനിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ആദിപരാശക്തിയെ ധ്യാനിക്കുകയും കൊടും തപസ്സിൻ്റെ ഒടുവിൽ ആദിപരാശക്തി പ്രത്യക്ഷപ്പെട്ടു. അപ്പം അവർ പറഞ്ഞു, ബാണാസുരൻ്റെ ശല്യം സഹിക്കാൻ വയ്യമ്മേ, ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ വെച്ച് ആ പ്രത്യക്ഷപ്പെട്ട ആദിപരാശക്തി ഒരു കന്യകയുടെ രൂപം പ്രാപിച്ചിട്ട് കന്യാകുമാരിയിലെത്തി താമസം ഉറപ്പിച്ചു. അപ്പോൾ ഈ സമയത്ത് ഒരു പ്രേമകഥയും കൂടെ ഉണ്ട്. ഈ സമയത്ത് ശുചീന്ദ്രം ക്ഷേത്രത്തിലിരിക്കുന്ന ശിവന് ഈ കന്യകയെ കണ്ടപ്പോൾ ഒരു മോഹം ഉണ്ടായി. ഈ കന്യകയെ വിവാഹം കഴിക്കണമെന്നാണ് ആ മോഹം. അപ്പോൾ ശിവൻ എന്ത് ചെയ്തു? ശിവനാണെങ്കിലും നേരിട്ട് പറയാൻ മടിയാണ്, നമ്മളെ പോലെ മീഡിയേറ്റർ. ദേവന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ആഗ്രഹം ഇതാണ്, സാധിച്ചു തരണം. ദേവന്മാരങ്ങ് വിഷമിച്ചു. കാരണം ശിവൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കന്യകയാവത്തില്ലല്ലോ. കന്യകയ്ക്ക് മാത്രമേ ബാണാസുരനെ കൊല്ലാനും പറ്റൂ. ബാണാസുരൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മാത്രമേ ദേവലോകം തിരിച്ചു കിട്ടൂ. പക്ഷേ പറഞ്ഞിരിക്കുന്നത് ശിവനാണ്. ശിവൻ്റെ അടുത്ത് എതിർത്ത് പറഞ്ഞാൽ പിന്നെ അത് അതിനേക്കാൾ കുഴപ്പമാണ്. ദേവന്മാരങ്ങ് വിഷമിച്ചു, എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ. അങ്ങനെ ദേവന്മാർ നമ്മുടെ കക്ഷിയുണ്ടല്ലോ, പിരികേറ്റുന്ന കക്ഷി നാരദൻ. അപ്പോൾ ദേവന്മാരെവിടെ ചെന്നു? നാരദൻ്റെ അടുക്കലേക്ക് ചെന്നു. അപ്പം നാരദ മുനിയുടെ അടുക്കൽ ചെന്നിട്ട് നാരദ മുനിയുടെ അടുത്ത് കാര്യം പറഞ്ഞു. അപ്പം നാരദ മുനി പറഞ്ഞു, നിങ്ങൾ സമാധാനമായിട്ടിരിക്കെന്ന് പറഞ്ഞു. അപ്പം നാരദൻ നേരെ കന്യാകുമാരിയിൽ ചെന്ന് ദേവിയെ കണ്ടിട്ട് ശിവൻ്റെ വിവാഹ അഭ്യർത്ഥനയുടെ കാര്യം പറഞ്ഞിട്ട്, നാരദൻ ഏഷണിക്കാരനാണല്ലോ, നാരദൻ പറഞ്ഞു 3 നിബന്ധനകൾ വെക്കണമെന്ന് പറഞ്ഞു. 1, കണ്ണില്ലാത്ത നാളീകേരം കൊണ്ടുവരണം. അപ്പം നാളീകേരത്തിന് കണ്ണില്ലാത്ത നാളീകേരം എവിടെ ഉള്ളത്? എല്ലാ നാളീകേരത്തിനും കണ്ണുണ്ടല്ലോ. 2, മാങ്ങായിൽ മാങ്ങാണ്ടി കാണാൻ പാടില്ല. മാങ്ങാണ്ടി ഇല്ലാത്ത മാങ്ങ, അങ്ങനൊരു മാങ്ങ എവിടെ കിട്ടും? ഇത് ദേവി വ്യവസ്ഥ വെക്കണമെന്ന് പറഞ്ഞു. നാരില്ലാത്ത വെറ്റില, നാരില്ലാത്ത വെറ്റില എവിടുന്ന്? പക്ഷെ നാരദമുനി പറഞ്ഞപ്പോൾ ദേവി സമ്മതിച്ചു. അപ്പം നാരദമുനി ശിവനെ വിവരം അറിയിച്ചു. അപ്പോൾ ശിവന് എങ്ങനെയും ദേവിയെ കിട്ടിയേ പറ്റത്തുള്ളൂ. ശിവൻ അത്രയ്ക്ക് സ്നേഹമായി, ശുചീന്ദ്രം ക്ഷേത്രത്തിലെ ശിവന് അത്രയ്ക്ക് സ്നേഹമായി. ശിവൻ അതിനു വേണ്ടി ഭഗീരഥ പ്രയത്നം ചെയ്ത് കണ്ണില്ലാത്ത നാളികേരവും ഒപ്പിച്ചെടുത്തുകൊണ്ട് വന്ന്, മാങ്ങാണ്ടിയില്ലാത്ത മാങ്ങായും ഒപ്പിച്ചു, നാരില്ലാത്ത വെറ്റിലയും ഒപ്പിച്ചു. അപ്പോൾ അതോടുകൂടി ദേവന്മാരും മുനിയും എല്ലാം വെട്ടിലായി. ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ പിന്നെ നാരദമുനി പിന്നെയും നാരദമുനിയുടെ അടുത്ത് ചെന്നു. നാരദമുനി പറഞ്ഞു വഴിയുണ്ട്. അപ്പം നാരദമുനി പറഞ്ഞു ഒരു കരാറ് വെച്ചു, വിവാഹം മുഹൂർത്തം അർദ്ധരാത്രിക്കാണ്. അർദ്ധരാത്രിക്കാണ് ഏതെന്ന് പറയുന്നത് വിവാഹത്തിൻ്റെ മുഹൂർത്തം. അപ്പോൾ ശിവൻ സമ്മതിച്ചു. അങ്ങനെ എന്ത് സംഭവിച്ചു? ശിവനും കൂട്ടരും എല്ലാവരും കൂടെ ചേർന്നിട്ട് കല്യാണത്തിന് വേണ്ടി അണിഞ്ഞ് ഒരുങ്ങി പുറപ്പെട്ടു. ഇവിടുന്ന് കന്യാകുമാരി ദേവിയും എന്ത് ചെയ്ത് അണിഞ്ഞു ഒരുങ്ങി പുറപ്പെട്ടു. അപ്പോൾ ശുചീന്ദ്രത്ത് നിന്നും ശിവനും സംഘവും ഒരു 5 കിലോമീറ്റർ തെക്ക് ഭാഗത്തുള്ള വഴക്കുംപാറ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അപ്പം നാരദൻ ഒരു പണിയങ്ങ് പറ്റിച്ചു. അർദ്ധരാത്രിക്കാണല്ലോ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത്. നാരദൻ ഒരു കോഴിയുടെ രൂപം എടുത്തിട്ട് കോഴി കൂവാൻ തുടങ്ങി. അപ്പോൾ കോഴി കൂവിയാൽ അതിൻ്റെ അർത്ഥം നേരം പുലർന്നെന്ന. അപ്പം ശിവന് നിരാശയായി, നേരം പുലർന്ന് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ശിവനും കൂട്ടരും കൂടെ എന്ത് ചെയ്ത് തിരിച്ചുപോയി. അപ്പോൾ ദേവിയാകട്ടെ ഈ സംഭവങ്ങളൊന്നും അറിയാതെ ശിവനെ തേടി വരികയും ശിവനെ കാത്തു നിൽക്കുകയും ചെയ്തു. ഒടുവിൽ മുഹൂർത്ത സമയം കഴിഞ്ഞിട്ടും ശിവനെ കാണുന്നില്ല. അതോടുകൂടി എന്ത് സംഭവിച്ചു? ആകപ്പാടെ ദേവിക്കങ്ങ് വിഷമമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ദേവി അവിടെ വെച്ചൊരു ശപഥം ചെയ്തു, ഇനി എനിക്ക് കല്യാണം വേണ്ട, ഇന്നു മുതൽ ഞാൻ കന്യകയായി ജീവിക്കും. എന്നിട്ട് സദ്യയ്ക്ക് വേണ്ടി കുറേ സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചിരുന്നു. ആ സദ്യയ്ക്ക് വേണ്ടിയുള്ള വിഭവങ്ങളെല്ലാം എടുത്ത് കടലിനകത്തങ്ങ് ഒഴുക്കി. ഇതെല്ലാം പല നിറത്തിലുള്ള മണ്ണും കല്ലും ശംഖുമായി മാറി. അങ്ങനെയാണ് കന്യാകുമാരിയിൽ ഇത്ര പല നിറത്തിലുള്ള മണ്ണും കല്ലും
ശംഖും ഇതിന് പേര് കേട്ട സ്ഥലമാണല്ലോ. അത് ദേവി കല്യാണത്തിന്, ശിവഭഗവാനുമായുള്ള കല്യാണത്തിന് വേണ്ടി ഒരുക്കി വെച്ചിരുന്ന സദ്യ കല്യാണം മുടങ്ങിയപ്പോൾ എടുത്ത് ആ കടലിലേക്ക് എറിഞ്ഞതാണ്. ആ സദ്യകളാണ് ഇങ്ങനെ ചിപ്പിയും ഒക്കെ ആയിട്ട് മാറിയത്. അതാണ്. അപ്പോൾ ഈ വിവാഹം മുടങ്ങിയ വിവരം ആരറിഞ്ഞ്? ബാണാസുരൻ അറിഞ്ഞു. ബാണാസുരൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ വിവാഹം കഴിക്കാം, എനിക്ക് നിന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ദേവി വിസമ്മതിച്ചു. ഒരു കാരണവശാലും നിന്നെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണോ? എന്നാ പിന്നെ ഞാൻ നിന്നെ തട്ടിക്കൊണ്ടുപോയി രാക്ഷസ വിവാഹം നടത്തുമെന്ന് പറഞ്ഞ് ആര് വന്നു കയറി? നമ്മുടെ ബാണാസുരൻ. വിനാശകാലേ വിപരീത ബുദ്ധി. ദേവി അപ്പോഴേ ചക്രായുധം കൊണ്ട്, കണ്ടോ, നിങ്ങളുടെ അടുത്ത് ഞാൻ ആദ്യമേ പറഞ്ഞത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? കൃഷ്ണന്റെ ചക്രായുധത്തിന്റെ ശക്തി രാധാറാണിയാണെന്നും എൻ്റെ രാധയുടെ കഥ കേൾക്കുന്നവർക്ക് മനസ്സിലാകും. കൃഷ്ണന്റെ ചക്രായുധത്തിന്റെ ശക്തി രാധാറാണിയാണ്. രാധാറാണിയുടെ ശക്തി സന്നിവേശിപ്പിച്ചിട്ടാണ് ഇത് നടത്തുന്നതെന്ന് പറഞ്ഞില്ലേ? ഇപ്പം ആദിപരാശക്തി ആ ചക്രമെടുത്ത് പ്രയോഗിക്കുകയും ചക്രം ചെന്ന് ബാണാസുരൻ്റെ കഴുത്ത് കണ്ടിച്ച് ഇടുകയും ചെയ്തു. ആ ബാണാസുരൻ മരിച്ചു വീണ സ്ഥലം, ചക്രം വന്ന് ശിരസ് ഛേദിച്ച് മരിച്ചു വീണ സ്ഥലത്തിന് ചക്രതീർത്ഥമെന്ന് പറയും. അപ്പോൾ ദേവന്മാരെല്ലാവരും കൂടെ സന്തോഷത്താൽ ദേവിയിൽ പുഷ്പവൃഷ്ടി നടത്തുകയും പ്രസാദിച്ച ദേവിയോട് ജനങ്ങൾക്കെല്ലാം അനുഗ്രഹം കൊടുത്ത് ദേവി അവിടെ തന്നെ നിൽക്കണം എന്ന അഭ്യർത്ഥന നടത്തുകയും ദേവി ആ അഭ്യർത്ഥന സ്വീകരിക്കുകയും അങ്ങനെ കന്യാകുമാരി ദേവി കന്യകയായി സ്ഥിരതാമസമാക്കുകയും ചെയ്തു. ഇതാണ് കുറെ കൂടെ വിശ്വസനീയമായത്. ഇനി മറ്റൊരു ഐതിഹ്യം എന്ന് പറയുന്നത്, ഇവര് ആദ്യത്തതിൽ പരാതിയുമായിട്ട് ആരുടെ അടുക്കൽ ചെന്നെന്നാ പറഞ്ഞ? മഹാവിഷ്ണു. പക്ഷെ മറ്റൊരു ഐതിഹ്യം, ഇവർ പരാതിയുമായിട്ട് എത്തിയത് കാശി വിശ്വനാഥനായ ശിവന്റെ അടുത്താണ്. അപ്പോൾ കാശി വിശ്വനാഥൻ കാളിയെ സൃഷ്ടിച്ച് കാളിഘട്ട്, എവിടെയാണ്? കൊൽക്കത്തയിലെ കാളിഘട്ടിലേക്ക് അയച്ചു. ഒരു കന്യകയെ സൃഷ്ടിച്ച് കന്യാകുമാരിയിലേക്ക് അയച്ചു. അതുകൊണ്ട് കാശിയിൽ പോകുന്ന ആരും അതിൻ്റെ പൂർണ്ണ പുണ്യഫലം കിട്ടണമെങ്കിൽ കാശിയിൽ പോയിട്ട് കന്യാകുമാരിയിലും പോകണം എന്നൊരു വിശ്വാസം ഇന്നുമുണ്ട്. അതിൻ്റെ പിന്നിലെ കഥ ഇതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി തൊട്ട് നിങ്ങൾ കാശിയിൽ പോയിട്ടുണ്ടെങ്കിൽ കന്യാകുമാരിയിൽ പോകാതെ അതിൻ്റെ പൂർണ്ണ ഫലം നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല? കിട്ടില്ല. ഇനി മറ്റൊരു ഇതെന്താണെന്നറിയാവോ? നമ്മുടെ കംസൻ വന്നിട്ട് കൃഷ്ണനാണെന്നും പറഞ്ഞ് ഒരു മായയെ കൊണ്ട് കൊടുത്തല്ലോ പെൺകുട്ടിയെ. ആ പെൺകുട്ടിയെ എടുത്ത് എന്ത് ചെയ്തു? ആ നിലത്തടിച്ച് കൊല്ലാൻ പോയപ്പോൾ കംസന്റെ കയ്യിൽ നിന്നും വഴുതി മേൽപോട്ട് പൊങ്ങിയ മായാ ശിശു, അത് അശരീരി പറഞ്ഞില്ലേ? അരേ ദുരാചാര നൃശംസ കംസ എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞില്ലേ? അപ്പൊ ആ മായാദേവി, നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, കംസൻ നിലത്തടിച്ച് എട്ടാമത്തത് നോക്കിയപ്പോൾ കാണാം പുത്രനല്ല പുത്രിയാണ്. അതിനെ കൊല്ലാൻ പോയപ്പോൾ കയ്യിൽ നിന്ന് വഴുതിപ്പോയി. ആ വഴുതിപ്പോയ മായാശിശുവാണ് കന്യാകുമാരി ദേവി എന്നും ഒരു ഐതിഹ്യമുണ്ട്. അതുകൊണ്ട് കന്യാകുമാരി ദേവിക്ക് ശ്യാമസുന്ദരി എന്നും ത്യാഗസുന്ദരി എന്നും ഒക്കെ വിളിക്കാറുണ്ട്. വേറെ ചിലർ പറയുന്നത് പുഷ്പാഷി എന്നും പറഞ്ഞൊരു ഭയങ്കര ശിവഭക്ത ഉണ്ടായിരുന്നു. അവർ ശിവനെ തപസ് ചെയ്തിട്ട് സായുജ്യം നേടി കൈലാസത്തെത്തി. ഈ സമയത്താണ് ബാണാസുരൻ്റെ ശല്യത്തെക്കുറിച്ച് പറയാൻ ദേവന്മാരവിടെ ചെന്നത്. അപ്പോൾ ബാണാസുരനെ നിഗ്രഹിക്കാൻ ഈ പുഷ്പാക്ഷിയെ ആര് നിയോഗിച്ചു? പരമശിവൻ നിയോഗിച്ചു. അങ്ങനെ പുഷ്പാക്ഷി വന്നിട്ട് എന്ത് ചെയ്തു എന്നറിയാമോ? ഇവരെ വധിച്ചു. അങ്ങനെ വധിച്ചതിന് ശേഷം എന്തു ചെയ്തു? വീണ്ടും ശിവനെ പ്രാപിക്കാൻ വേണ്ടി കന്യാകുമാരിയിൽ വന്ന് തപസ്സനുഷ്ഠിക്കാൻ തുടങ്ങി. പിന്നെ ശിവന്റെ അടുത്ത് പറഞ്ഞു, നീ അവിടെ ഇരിക്ക്. ശിവൻ പറഞ്ഞു, അവിടെ ഇരുന്ന് എല്ലാ ഭക്തജനങ്ങൾക്കും അനുഗ്രഹം കൊടുക്ക്. അങ്ങനെ ഇരുന്നതാണെന്നും ഒരു ഐതിഹ്യമുണ്ട്. അപ്പം മറ്റേത് ദേവിക്കുള്ളതിനെ കാട്ടിയും കൂടുതൽ ഐതിഹ്യങ്ങൾ ആർക്കുണ്ട്? നമ്മുടെ കന്യാകുമാരി ദേവിക്കുണ്ട്. ഇവിടെ ക്ഷേത്രം കടലിൻ്റെ സമീപത്താണ്, കിഴക്കോട്ടാണ് ദർശനം. പക്ഷേ ഈ കിഴക്കേ നട സാധാരണ ദിവസങ്ങളിൽ തുറക്കാറില്ല, അത് അടച്ചിട്ടേക്കും. ഇതിൻ്റെ തൊട്ടു മുന്നിൽ, അതിൻ്റെ കാരണം തൊട്ടു മുന്നിൽ ബംഗാൾ ഉൾക്കടലാണ്, നടയുടെ നേരെ മുന്നിൽ. ഈ നടയുടെ നേരെ മുന്നിലുള്ള ബംഗാൾ ഉൾക്കടലിൽ ഒരു തീർത്ഥമുണ്ട്. ആ തീർത്ഥത്തിൻ്റെ പേരാണ് കന്യാതീർത്ഥം.
ഇതിൽ മുങ്ങിക്കുളിച്ചു കഴിഞ്ഞാൽ സർവ്വ പാപങ്ങളിൽ നിന്നും മോചനം നേടും. അതാണ് കന്യാതീർത്ഥത്തിൻ്റെ പ്രത്യേകത. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേത്രത്തിലെ ആറാട്ട് മനസ്സിലായില്ലേ, ഈ ക്ഷേത്രത്തിലെ ആറാട്ട് ഒക്കെ നടക്കുന്നത് ഈ തീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ചതിന് ശേഷമാണ്. ശരിക്കും കന്നിയിലെ വിജയദശമി, ഇടവത്തിലെ തിരുവിഴ, തൃക്കാർത്തിക, മകര, കർക്കടക വാവറൂട്ടുകൾ ഈ ദിവസങ്ങളിൽ മാത്രമേ ഈ കിഴക്കേ നട തുറക്കൂ. മറ്റു ദിവസങ്ങളിൽ തുറക്കത്തില്ല. പണ്ട് കാലത്ത് അങ്ങനല്ല, ഇത് എപ്പോഴും തുറക്കുമായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ദേവി. അപ്പോൾ ദേവിയെ സംബന്ധിച്ചിടത്തോളം ദേവി ഒരു മുക്കൂത്തി ധരിച്ചിരുന്നു. അത് ഭയങ്കര രത്നമാണ്, തിളങ്ങുന്ന രത്നം. അപ്പോൾ കിഴക്കേ നട പണ്ട് തുറന്നിട്ടേക്കും. അപ്പോൾ ഈ കപ്പൽ യാത്രക്കാർ, നാവികന്മാർ ഇതിൻ്റെ പ്രകാശം കണ്ടിട്ടാണ് കപ്പലിൻ്റെ ഗതി തിരിച്ചു വിടുന്നത്. പക്ഷെ വലിയ പരിചയമില്ലാത്ത കപ്പൽക്കാരെന്ത് ചെയ്യും? ഈ പ്രകാശം കണ്ടിട്ട് കരയ്ക്ക് വന്ന് നങ്കൂരമിടാമെന്നും പറഞ്ഞ് വരികയും കരയിലുള്ള പാറക്കെട്ടിലിടിച്ച് പല പല കപ്പലുകൾ തകരുകയും ചെയ്യും. അതിനുശേഷമാണ് ഈ കിഴക്കേ നട എന്ത് ചെയ്തത്? എന്നേക്കുമായിട്ട് അടച്ചിടാനായിട്ട് തീരുമാനിച്ചത്. എന്നേക്കുമല്ല, ഞാൻ ഈ പറഞ്ഞ ദിവസങ്ങളിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? തുറക്കുന്നത്. ഇന്ന് വടക്ക് ഭാഗത്തു കൂടിയാണ് പ്രവേശനം. ഇതിൻ്റെ തെക്ക് കിഴക്കേ കോണിൽ ഗണപതിയുണ്ട്. പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണെന്നാണ് പറയുന്നത് ഇത്. അതേ കണക്ക് തന്നെ ഈ ദേവീ വിഗ്രഹം 5.5 അടി ഉയരമുണ്ട്. ദേവി കന്യകയായതുകൊണ്ട് ആ ഗർഭഗൃഹത്തിൽ ദ്വാരാപാലകന്മാരില്ല. കാരണം കന്യകയായതുകൊണ്ട് ദ്വാരാപാലകനില്ല. 2 കൈയാണ് ദേവിക്ക്. നിൽക്കുന്ന വിഗ്രഹമാണ്. ദേവിയുടെ വലത് കൈയിൽ ജപമാലയുണ്ട്. ഇനി കന്യാകുമാരി പോകുമ്പം അതൊക്കെ നിങ്ങൾ സൂക്ഷിച്ചു നോക്കണം. നമസ്കാര മണ്ഡപത്തിൻ്റെ വടക്ക് ഭാഗത്ത് ത്യാഗസുന്ദരി ക്ഷേത്രമുണ്ട്. അതിൻ്റെ വടക്ക് ഭാഗത്ത് ത്യാഗസുന്ദരി ക്ഷേത്രമുണ്ട്. കന്യാകുമാരി ചെല്ലുന്നവർ അവിടെയും ചെല്ലണം. കന്യാകുമാരി ദേവിയുടെ നട വെളുപ്പിനെ 5:30 തുറന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് അടയ്ക്കും. ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് മാറ്റം വന്നോന്നറിയില്ല, ഞാൻ പണ്ട് പോയി അന്വേഷിക്കുമ്പോൾ അങ്ങനെയാണ്. വൈകുന്നേരം 5 മണിക്ക് തുറന്ന് 9 മണിക്ക് അടയ്ക്കും. കേരളത്തിൽ നിന്നുള്ള തന്ത്രിമാരാണ് പൂജ നടത്തുന്നത്. കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ആചാരമനുസരിച്ചാണ് പൂജ നടത്തുന്നത്. ഇവിടുത്തെ ഉത്സവം വൈശാഖ ഉത്സവമാണ്. വൈശാഖ മാസത്തിലെ വിശാഖം നാളിൽ ആറാട്ട് തുടങ്ങും. അങ്ങനെ 10 ദിവസം ഉത്സവം. ഈ സമയത്ത് ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കും. ആ സമയത്ത് എഴുന്നള്ളിക്കുന്ന ദേവിയെ കാണുന്നത് മഹാഭാഗ്യമാണ്. നവരാത്രി ദിവസവും ഇവരാഘോഷിക്കും. ഈ ആഘോഷത്തിലെ പള്ളിവേട്ട നാളുണ്ട്. ആ പള്ളിവേട്ട നാളിലാണത്രേ ദേവി ആരെ വധിച്ചത്? ബാണാസുരനെ വധിച്ചത്. മേടമാസത്തിലെ ചിത്ര പൗർണമി നാൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അന്ന് കന്യാകുമാരി പോകാൻ പറ്റുമെങ്കിൽ പോകണം. മേടമാസത്തിലെ ചിത്ര പൗർണമി നാളിൽ ദേവീ ദർശനം നടത്തിയിട്ട് അന്നത്തെ ദിവസം സൂര്യൻ അസ്തമിക്കുന്നതും ചന്ദ്രൻ ഉദിക്കുന്നതും കൂടെ കാണുന്നത് മഹാപുണ്യം. അപ്പോൾ സൂര്യൻ അസ്തമിക്കുന്നതും ചന്ദ്രൻ ഉദിക്കുന്നതും കൂടെ ഒരുമിച്ച് കണ്ടാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏതാഗ്രഹവും സാധിക്കുമെന്ന്. കന്യാകുമാരിയിലെ സൂര്യ അസ്തമിക്കുന്നതും ചന്ദ്രൻ ഉദിക്കുന്നതും കണ്ടാൽ നിങ്ങളുടെ ഏതാഗ്രഹവും സാധിക്കും. ഈ സൂര്യോദയം അവിടെ നമുക്ക് എന്നും കാണാം. പക്ഷെ അസ്തമയം നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണണമെങ്കിൽ ഒക്ടോബർ 15 മുതൽ മാർച്ച് 15 വരെ മാത്രമാണ് പൂർണ്ണമായും കാണാൻ പറ്റുന്നത്. മറ്റു ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഭാഗികമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് ത്രിവേണി സംഗമമാണ്. ബംഗാൾ ഉൾക്കടലുണ്ട്, ഇന്ത്യൻ മഹാസമുദ്രമുണ്ട്. ആ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്ന 2 പാറകളുണ്ട്. അതാണ് മാതൃപിതൃ സ്ഥാന ഭീമഘട്ടം. ഇവിടെയാണ് ബലിതർപ്പണങ്ങളൊക്കെ നടക്കുന്നത്. ഇത് ഭാരതത്തിൻ്റെ ഒരു അതിരായിട്ട് സങ്കല്പിക്കപ്പെടുന്നു. പിന്നെ കന്യാകുമാരി എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്നതുണ്ട് വിവേകാനന്ദ പാറ. സത്യത്തിൽ ഈ വിവേകാനന്ദ പാറയുടെ ആദ്യത്തെ പേരതല്ലായിരുന്നു. കന്യാകുമാരി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു പാറയാണ് ശ്രീപാദപ്പാറ. അതാണ് ഇതിൻ്റെ ആദ്യത്തെ പേര്. വിവേകാനന്ദ പാറയുടെ ആദ്യത്തെ പേര് ശ്രീപാദപ്പാറ. കാരണം ദേവിയുടെ പാദം പതിഞ്ഞു കിടക്കുന്ന പാറ. അതുകൊണ്ടാണ് ശ്രീപാദപ്പാറ എന്ന് പറയുന്നത്.
ഇത് കരയിൽ നിന്ന് ഏകദേശം 200 മീറ്റർ അകലെയാണ് ഈ പാദപ്പാറ എന്ന് പറയുന്നത്. അവിടെ കന്യാകുമാരി ഭഗവതിയുടെ പാദത്തിൻ്റെ ചിഹ്നം അവിടെ ഉണ്ട്. മനസ്സിലായില്ലേ? ഈ കന്യകയായ ദേവി ഈ പാറപ്പുറത്തിരുന്നാണ് ശിവഭഗവാനെ തപസ് ചെയ്തതെന്നാണ് വിശ്വസിക്കുന്നത്. നമ്മൾ ഇന്നത്തെ വിവേകാനന്ദ പാറ എന്ന് പറയുന്ന ആ പാറയുടെ പുറത്തിരുന്നാണ് കന്യാകുമാരി ദേവി ശിവഭഗവാനെ തപസ് ചെയ്തത്. അതുകൊണ്ട് കന്യാകുമാരി ദേവിയുടെ പാദം അവിടെ പതിഞ്ഞ് കിടപ്പുണ്ട്. സ്വാമി വിവേകാനന്ദൻ 1892 ചിക്കാഗോ സർവമത സമ്മേളനത്തിന് പോയല്ലോ. അതിനു മുമ്പ് ഈ സമയത്ത് ഇവിടെ വന്നിരുന്ന് ധ്യാനിച്ചു. അങ്ങനെ ധ്യാനിച്ച് ജ്ഞാനസിദ്ധി കിട്ടി. ആ ജ്ഞാനസിദ്ധി കിട്ടിയതിന് ശേഷമാണ് അദ്ദേഹം ചിക്കാഗോ സർവമത സമ്മേളനത്തിൽ പോയതും അമേരിക്കയിലെ എൻ്റെ സഹോദരീ സഹോദരന്മാരെ എന്ന് പറഞ്ഞ് അവിടുത്തെ ജനങ്ങളെ മുഴുവനും കയ്യിലെടുത്തതും. അതുകൊണ്ട് ഇവിടെ വിവേകാനന്ദ സ്വാമിക്ക് വേണ്ടി ഒരു വിവേകാനന്ദ മണ്ഡപം പണിഞ്ഞു. കാരണം അവിടെ ഇരുന്നിട്ടാണ് സ്വാമിക്ക് ജ്ഞാനസിദ്ധി കിട്ടിയത്. അവിടെ ഇരുന്ന് ധ്യാനിച്ചത് കൊണ്ട് ജ്ഞാനസിദ്ധി കിട്ടിയപ്പം വിവേകാനന്ദൻ്റെ ഒരു സ്മാരകമായിട്ട് ഒരു മണ്ഡപം പണിഞ്ഞു. ആ മണ്ഡപം പണിഞ്ഞതോടുകൂടി ഈ ശ്രീപാദപ്പാറ ദേവിയുടെ, കന്യാകുമാരി ദേവിയുടെ പാദം പതിഞ്ഞ ആ പാറ വിവേകാനന്ദ പാറ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇത് ശരിക്കും ഈ ശില്പം വിവേകാനന്ദ പാറ കൊത്തി നിർമ്മിച്ചത് ദേവക്കോട്ടയിലെ സ്ഥാപതി എസ് കെ ആചാര്യാണ്. അദ്ദേഹമാണ് ഈ മണ്ഡപം രൂപകൽപ്പന ചെയ്തത്. അജന്ത ഗുഹകളുണ്ടല്ലോ, അതും ബേലൂർ രാമകൃഷ്ണ മഠത്തിൻ്റെയും രൂപങ്ങൾ ചേർത്തിട്ടാണിത് നിർമ്മിച്ചത്. ഏതാണ്ട് 7.5 അടി ഉയരമുള്ള വിവേകാനന്ദ സ്വാമിയുടെ ഒരു പൂർണ്ണകായ വെങ്കല പ്രതിമ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതേ കണക്ക് ദേവിയുടെ പാദവും അവിടെ സംരക്ഷിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയും ഒരു പ്രത്യേക മണ്ഡപം അവിടെ നിർമ്മിച്ചിട്ടുണ്ട്, ദേവിയുടെ പാദം. അപ്പോൾ അവിടെ ദേവിയുടെ പാദം നിർമ്മിച്ചെടുത്ത് ഒരു മണ്ഡപം, അത് പ്രതിമയ്ക്ക്, വിവേകാനന്ദ സ്വാമിയുടെ പ്രതിമയ്ക്ക് അഭിമുഖമായിട്ടാണ് ഇതുള്ളത്. അതിന് അഭിമുഖമായിട്ടാണ് ധ്യാന മണ്ഡപം ഉള്ളത്. ഈ പാറയ്ക്കടുത്ത് മറ്റൊരു പാറയുണ്ട്. അവിടെയാണ് തിരുവള്ളുവൻ പ്രതിമ. ഇപ്പോൾ വിവേകാനന്ദ പാറയിൽ ചെന്നാൽ നിങ്ങൾ ഇതൊക്കെ കാണണം. വിവേകാനന്ദ പാറ കാണണം, ദേവിയുടെ പാദം പതിഞ്ഞ അത് കാണണം. അതിൻ്റെ അപ്പുറത്ത് മാറിയുള്ള ഒരെണ്ണമുണ്ട് തിരുവള്ളുവൻ പാറ. അതേ കണക്ക് കന്യാകുമാരി പോകുന്നവർ നിർബന്ധമായും കണ്ടിരിക്കണം ഗാന്ധി മണ്ഡപം. അവിടെ വളരെ പ്രശസ്തമാണ്. ഒറീസ മാതൃകയിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 ഇതിൻ്റെ മേൽക്കൂരയിലുള്ള സുഷിരത്തിലൂടെ സൂര്യരശ്മി കൃത്യമായി വന്ന് ആ പ്രതിമയിൽ പതിയുന്ന വിധത്തിലാണ് നിർമ്മാണം. 1948 ഫെബ്രുവരി 18 ഗാന്ധിജിയുടെ ചിതാഭസ്മം കന്യാകുമാരിയിലെ ത്രിവേണി സംഗമത്തിൽ ഒഴുക്കി. അങ്ങനെ ഒഴുക്കിയതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് 1937 ജാനുവരി 15 ഓർമ്മയ്ക്കായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഗാന്ധി മണ്ഡപം. ഗാന്ധിജി ജീവിച്ചിരുന്നപ്പോൾ കന്യാകുമാരിയിൽ വന്നു. 1937 ജാനുവരി 15 അവിടെ വന്ന് കന്യാകുമാരി തീർത്ഥത്തിൽ ഗാന്ധിജി സ്നാനം ചെയ്തിട്ട് പറഞ്ഞു, കന്യാകുമാരി ദേവിയെപ്പോലെ ഈ കന്യാകുമാരി മുനമ്പും എന്നെന്നും കന്യകയായിരിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ രാജരാജ ചോളൻ AD 984 നിർമ്മിച്ച ഗുഹാനാഥേശ്വരം ശിവക്ഷേത്രവും കന്യാകുമാരിയിലുണ്ട്. അദ്ദേഹം നിർമ്മിച്ച ക്ഷേത്രമാണ്, ശിവന്റെ ക്ഷേത്രമാണ് ഗുഹാനാഥേശ്വരം എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ കന്യാകുമാരി പോയാൽ ദേവിയെ കാണണം. വിവേകാനന്ദ പാറയുണ്ട്, പാദം പതിഞ്ഞ പാറയുണ്ട്, ഗാന്ധി മണ്ഡപം, ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ട് അതേ കണക്ക് നമ്മുടെ രാജരാജ ചോളൻ നിർമ്മിച്ച ഗുഹാനാഥേശ്വര ക്ഷേത്രവും കാണണം. കാശിക്ക് പോണവർ നിർബന്ധമായും കന്യാകുമാരി ക്ഷേത്രത്തിൽ പോകണം. നിങ്ങൾക്ക് കന്യാകുമാരി ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി
രാധികായൈ സ്വാഹാ.